നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ ചെങ്കോട്ട പാതയിൽ 2017 ജനുവരിയിൽ തീവണ്ടി ഓടിക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചത് മധുരയിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ. ഗേജ് മാറ്റത്തിനായി ഒക്ടോബറിൽ ദേശീയപാതയിൽ ഗതാഗതം തടയാനും ധാരണ. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മലയോരത്ത് വ്യാപക നാശം. ഇടിമിന്നലിൽ നിരവധി പേർക്ക് പരിക്ക്. നിരവധി വീടുകളും കാർഷിക വിളകളും കാറ്റിൽ നിലം പതിച്ചു. ഗ്രാമീണ മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. കടയ്ക്കലിൽ പോലീസിന്റെ ലഹരിവേട്ട. 11 ലിറ്റർ ചാരായവും 1 ലക്ഷത്തിന്റെ പാൻ മസാലയും പിടികൂടി. വീട്ടിലെ അടുക്കള കേന്ദ്രീകരിച്ച് ചാരായം മാറ്റിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. മൊത്തക്കച്ചവട കേന്ദ്രത്തിൽ പാൻ മസാല ശേഖരിച്ച മറ്റൊരാളും കസ്റ്റഡിയിൽ. ജലാശയങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്ന ഓപ്പൺ വാട്ടർ റാഞ്ചിംഗ് പദ്ധതിക്ക് പുനലൂർ നഗരസഭയിൽ തുടക്കമായി. കല്ലടയാറ്റിൽ പുനലൂർ TB ജംഗ്ഷനിലെ സ്നാനഘട്ടത്തിൽ 2 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ 2017 ജനുവരിയിൽ തീവണ്ടി ഓടിക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചത് മധുരയിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ. ഗേജ് മാറ്റത്തിനായി ഒക്ടോബറിൽ ദേശീയപാതയിൽ ഗതാഗതം തടയാനും ധാരണ. യോഗത്തിൽ പങ്കെടുത്ത ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീമാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം മധുര ബ്രോഡ്ഗേജ് പാത വികസനവുമായി ബന്ധപ്പെട്ട് കൊല്ലം MP NK പ്രേമചന്ദ്രന്റെയും റെയിൽവേ ഡിവിഷണൽ മാനേജർ AK ദസ്തോഗിയുടെയും നേതൃത്വത്തിൽ മധുരയിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിലാണ് ഉറപ്പ് ലഭിച്ചതെന്ന് മാമ്പഴത്തറ സലീം ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടേണ്ടി വരുന്ന ആളുകൾ റെയിൽവേ വലിയ ലിസ്റ്റുകളാണ് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇപ്പോൾ പുനലൂർ തന്നെ ഹൈസ്കൂൾ വാർഡുമായി ബന്ധപ്പെട്ട് 23 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ച നടപടി ശക്തമായ MPയുടെ ഉൾപ്പെടെയുള്ള ഒരു ഇടപെടലിന്റെ വഴിയായി ഒഴിവാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അതുപോലെ തന്നെ കഴുതുരുട്ടി, ഇടപ്പാളയം, തെമ്മല മേഖലയിലെ നോട്ടീസ് കൊടുത്ത ആളുകളെ മുഴുവനെ ഒഴിപ്പിക്കണമെന്നൊരു നിലപാടാണ് DRM സ്വീകരിച്ചത്. എന്നാൽ ചർച്ചയുടെ എല്ലാം ഭാഗമായി ആവശ്യമായി വരുന്ന ആളുകളെ മാത്രം ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞു. ആരെയൊക്കെയാണ് ഒഴിവാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു ലിസ്റ്റ് തന്നെ ഇന്ന് തന്നെ പഞ്ചായത്തിൽ എത്തിക്കാമെന്ന് DRM ഉറപ്പ് നൽകി. ചെങ്കോട്ട ഭഗവതിപുരം റീച്ചിലും പുനലൂർ ഇടമൺ റീച്ചിലും ഗേജ് മാറ്റ ജോലികൾ ഏകദേശം പൂർത്തിയായെന്ന് റെയിൽവേ വൃത്തങ്ങൾ യോഗത്തിൽ വ്യക്തമാക്കി. ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകളാലാണ് ഇടമൺ മുതൽ ഭഗവതിപുരം വരെയുള്ള ഭാഗങ്ങളിൽ നിർമ്മാണ പുരോഗതി ഉണ്ടാകാത്തതെന്നും റെയിൽവേ വൃത്തങ്ങൾ യോഗത്തിൽ വ്യക്തമാക്കി. 2017 ജനുവരി മാസം ട്രെയിൻ ഓടിക്കും എന്നുള്ള നിലയിലാണ് DRM ഉറപ്പ് നൽകിയത്. 4 റീച്ചുകളായിട്ടാണ് ഈ പണികൾ ഇപ്പോൾ നടന്നു വരുന്നത്. പുനലൂർ മുതൽ ഇടമൺ വരെയും, ഇടമൺ മുതൽ കഴുതുരുട്ടി വരെയും, കഴുതുരുട്ടി മുതൽ ഭഗവതിപുരം വരെയും, ഭഗവതിപുരം മുതൽ ചെങ്കോട്ട വരെയുമാണ്. ചെങ്കോട്ട ഭഗവതിപുരവും പുനലൂർ ഇടമൺ പാതയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 75% പൂർത്തീകരിച്ചു. ഭൂമിശാസ്ത്രപരമായ വലിയ പ്രശ്നങ്ങളുള്ള മേഖലയിൽ നിന്നും ഇടമൺ കഴുതുരുട്ടി ഭഗവതിപുരം മേഖലയിലെ പണികൾ ആ അർത്ഥത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ വളരെ സമയബന്ധിതമായി ഈ പണികൾ പൂർത്തീകരിക്കുന്നതിനും ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെ എല്ലാം സഹകരണം DRM പിന്നീട് ആവശ്യപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റെയിൽവേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകി. കഴുതുരുട്ടി, ഇടപ്പാളയം, തെന്മല മേഖലകളിൽ റെയിൽവേ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയ എല്ലാവരും ഒഴിയണമെന്ന നിലപാടാണ് ഡിവിഷണൽ മാനേജർ ആദ്യം കൈക്കൊണ്ടത്. എന്നാൽ ചർച്ചയ്ക്കൊടുവിൽ വികസനത്തിനാവശ്യമായ പരമാവധി വീടുകൾ മാത്രമേ ഒഴിപ്പിക്കൂവെന്ന് റെയിൽവേ വൃത്തങ്ങൾ ഉറപ്പു നൽകിയതായും മാമ്പഴത്തറ സലീം പറഞ്ഞു. ഒക്ടോബർ അവസാനത്തോടെ ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തി ആര്യങ്കാവിലെ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കും. ഇതിന് സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആര്യങ്കാവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബ്രോഡ്ഗേജിന്റെ മുകളിലുള്ള പിന്നീട് ഓവർബ്രിഡ്ജ് ഒരു സൈഡ് പണി പൂർത്തീകരിച്ചു. എന്നാൽ ബാക്കി പണികൾ നടത്തുന്നതിന് വാഹനം ഗതാഗതം തടസ്സപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചു. 20 ദിവസം അടച്ചിടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ ഇതിന്റെ ഈ പാതയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചതിന്റെ ഫലമായി 7 ദിവസം കൊണ്ട് ഈ പണികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തെ വാഹന ഗതാഗതം ഒക്ടോബർ അവസാനത്തോടുകൂടി തടസ്സം വരുത്തിക്കൊണ്ട് ആ പണികൾ പൂർത്തീകരിക്കാമെന്നാണ് ഇപ്പോൾ ഇന്നലെ ധാരണയായിട്ടുള്ളത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഗേജ് മാറ്റം പൂർത്തിയാകുമ്പോൾ 4 റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും മാമ്പഴത്തറ പറഞ്ഞു. ഇപ്പോൾ കഴുതുരുട്ടിയിലെ അണ്ടർ പാത്ത്, അതുമായി ബന്ധപ്പെട്ട അപ്രോച്ച് റോഡ്, ഇടപ്പാളയത്ത് നിർമ്മിക്കുന്ന ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ,
ഇപ്പോൾ 4 സ്റ്റോപ്പുകളാണ് ആര്യങ്കാവ് പഞ്ചായത്തിൽ തന്നെ ഉള്ളത്. ഒന്ന് ആര്യങ്കാവിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ, പുതുതായി നിർമ്മിക്കുന്ന വളരെയധികം സൗകര്യങ്ങളുള്ള ന്യൂ ആര്യങ്കാവ് എന്ന ഇടപ്പാളയത്ത് ക്രോസിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷൻ, ഇടപ്പാളയം ഹാൾട്ട് സ്റ്റേഷൻ, കെടുതുട്ടി ഹാൾട്ട് സ്റ്റേഷൻ. ഇതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മലയോരത്ത് വ്യാപക നാശം. ഇടിമിന്നലിൽ നിരവധി പേർക്ക് പരിക്ക്. നിരവധി വീടുകളും കാർഷിക വിളകളും കാറ്റിൽ നിലംപതിച്ചു. ഗ്രാമീണ മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. പത്തനാപുരം, പട്ടാഴി, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി എന്നീ പഞ്ചായത്തുകളിൽ നിരവധി കൃഷിയിടങ്ങൾ നശിച്ചു. കാർഷിക വിളകൾ കാറ്റിൽ നിലംപതിച്ചു. പിറവന്തൂർ പഞ്ചായത്തിലും പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലുമാണ് കൂടുതൽ നാശനഷ്ടം രേഖപ്പെടുത്തിയത്. നിരവധി വീടുകളും മഴയിൽ തകർന്നിട്ടുണ്ട്. വൻമരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണാണ് കൂടുതൽ വീടുകൾ തകർന്നത്. കാറ്റിൽ ചില വീടുകളുടെ മേൽക്കൂര പറന്നു. പത്തനാപുരത്ത് നടുക്കുന്നിൽ മരുതിമൂട്ടിൽ നബീസയുടെ വീടും കമുകഞ്ചേരി ചെന്നിമണ്ണിൽ കാവുവിളയിൽ സുജാതയുടെ വീടും തകർന്നവയിൽപ്പെടും. ശക്തമായ മിന്നലിനെ തുടർന്ന് പത്തനാപുരം കടക്കാമണ്ണിൽ 2 യുവതികൾക്ക് പൊള്ളലേറ്റു. ഗ്രാമീണ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ലക്ഷങ്ങളുടെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വീട്ടിലെ അടുക്കള കേന്ദ്രീകരിച്ച് ചാരായം മാറ്റിയ സംഭവത്തിൽ 3 പേരെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 11 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. ചിതറ കൊച്ചുകലുങ്ക് തോട്ടിൻകര പുത്തൻ വീട്ടിൽ 42-കാരനായ മുരളി, ശിവൻമുക്ക് വട്ടവിള വീട്ടിൽ 43-കാരൻ ആനന്ദൻ, ചരുവിള പുത്തൻ വീട്ടിൽ 55-കാരൻ ശ്രീധരൻ എന്നിവരാണ് പിടിയിലായത്. മുരളിയുടെ വീട്ടിലെ അടുക്കള കേന്ദ്രീകരിച്ചായിരുന്നു ചാരായം വാറ്റ് നടന്നത്. വ്യാജവാറ്റ് നടക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. നിരവധി വാറ്റുപകരണങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കടക്കൽ CI വി ഹരികുമാറിന്റെ നേതൃത്വത്തിൽ SI MA കബീർ, ASI സന്തോഷ്, സീനിയർ CPOമാരായ രഘു, ഉണ്ണികൃഷ്ണൻ, ASI സജീവ്, ഇക്ബാൽ, അജിത് ലാൽ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡ് നടത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചിതറ, മടത്തറ മേഖലകളിൽ വാറ്റ് നടക്കുന്നതായി ലൈവ് വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പഞ്ചായത്തും പോലീസും സംയുക്തമായി ലഹരി വിമുക്ത ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തിയ സ്ഥലത്താണ് ഇപ്പോൾ വ്യാജവാറ്റ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കടയ്ക്കലിലെ മൊത്തവ്യാപാരശാലയിൽ നിന്നും വൻ പാൻ മസാല ശേഖരം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്ത പാൻ മസാലയ്ക്കും 1 ലക്ഷം രൂപ വിലമതിക്കുമെന്ന് പോലീസ്. കടയ്ക്കൽ ടൌണിൽ SBTയുടെ ATMന് സമീപം കിഴക്കുംകര സ്റ്റോഴ്സിൽ നിന്നാണ് വൻ പാൻ മസാല ശേഖരം പോലീസ് പിടികൂടിയത്. ഇവിടെ നിന്നും പാൻ മസാല മൊത്തവ്യാപാരം നടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പാൻ മസാലയുടെ 5604 പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടാമ്പള്ളി സ്വദേശി അജിത് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്നും 5300 രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പള്ളിമുക്ക് സ്വദേശി വിജയൻ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ പാൻ മസാല എത്തുന്നത്. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ചെറുകിട കച്ചവടക്കാർക്ക് വിതരണത്തിനായി ശേഖരിച്ചതാണ് പാൻ മസാലയെന്ന് പോലീസ് വ്യക്തമാക്കി. 10 മുതൽ 20 രൂപ വരെ വിലയ്ക്കാണ് ഇവിടെ നിന്നും ചെറുകിട കച്ചവടക്കാർക്ക് പാൻ മസാല വിതരണം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മടത്തറ വഴിയാണ് ഇവിടെ ലഹരി വസ്തുക്കൾ എത്തുന്നത്. കടയ്ക്കലിലെ മറ്റു ചില സ്ഥാപനങ്ങളിലും ലഹരി വിൽപ്പന നടക്കുന്നുണ്ട്. SI MA കബീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പാൻ മസാല പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം പുതുവലിൽ അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് സജ്ജമായി. ബാഡ്മിന്റൺ താരം സ്വന്തം നിലയിൽ നിർമ്മിച്ച സ്റ്റേഡിയം പത്തനാപുരം MLA KB ഗണേഷ് കുമാർ സന്ദർശിച്ചു. കായംകുളം പുനലൂർ പാതയ്ക്ക് സമീപം പുതുവൽ മാർത്തോമ പള്ളിക്കടുത്ത് നിർമ്മിച്ച ഷാലേം ഷട്ടിൽ ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക സംവിധാനത്തോടെയാണ് കോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. മുൻ സ്പോർട്സ് മന്ത്രിയും പത്തനാപുരം MLAയുമായ KB ഗണേഷ് കുമാർ നിർമ്മാണം പൂർത്തിയാക്കിയ കോർട്ട് സന്ദർശിച്ചു. ഗ്രാമീണ മേഖലയിലെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരം കേന്ദ്രങ്ങൾ ഉപകരിക്കുമെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞു. ഞാനിവിടെ തുടങ്ങി വെച്ച പദ്ധതിയാണ് ഞാൻ അവിടെ കണ്ടത്. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഇത്തരം ഉന്നത നിലവാരമുള്ള കോർട്ടുകൾ ഇതൊരു വളരെ ഒരു വ്യക്തി 25 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് പിന്നെ വസ്തുവിന്റെ വില വേറെ, അത് വളരെ വസ്തുവിനാണ് ഏറ്റവും വില. 19 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചെലവഴിച്ച് സ്വന്തം നാട്ടിൽ ഇതുപോലെ 3 കോർട്ട് ഉണ്ടാക്കുക. അതിൽ ഏറ്റവും നിലവാരമുള്ള ഫ്ലോറിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷട്ടിൽ കോർട്ട് ആർക്കും ഉണ്ടാക്കാം, അതിൽ കാര്യമില്ല. ഏറ്റവും നിലവാരമുള്ള കോർട്ടിൽ കളിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലോക നിലവാരത്തിലെത്താൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇത്രയും നല്ലൊരു കോർട്ട് ഉണ്ടാക്കിയതിലൂടെ ഇവിടെ നല്ല മിടുക്കന്മാരായ കളിക്കാരികളും ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് നല്ല കോച്ചിങ് കൊടുത്താൽ ഏറ്റവും മിടുക്കരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തിട്ടാണ് ഇംഗ്ലണ്ട് ഒളിമ്പിക്സിൽ 1ാമതെത്തിയത്. ഇങ്ങനൊരു തയ്യാറെടുപ്പ് ഒരു സ്വകാര്യ വ്യക്തി നടത്തുമ്പോൾ ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ മുന്നേ പോവുകയും വേണം. ഒരുപക്ഷെ ഇതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. ഇപ്പം ഞാൻ തുടങ്ങി വെച്ച പല കാര്യങ്ങളും തുടരുന്നില്ല. തുടങ്ങിയത് കംപ്ലീറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതല്ലാതെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും എടുക്കന്മാരായതുകൊണ്ട് അവരിങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. പുതിയതായി ഒന്നുപോലും കഴിഞ്ഞ 2 വർഷത്തിനകത്ത് തുടങ്ങിയില്ല. ഇവിടെ ഇപ്പോൾ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എത്ര പറഞ്ഞാലും ഇതില്ല. ഞാൻ ഇത് ലോകം മുഴുവൻ കണ്ടവനാണ്.
ബാഡ്മിന്റൺ താരം ബെന്നി കെ ചാക്കോയുടെ നേതൃത്വത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയം പണി കഴിപ്പിച്ചത്. കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശമായ പത്തനാപുരത്ത് സ്റ്റേഡിയം നിർമ്മിച്ചത് കായിക പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. കായിക പരിശീലന കേന്ദ്രം സ്ഥാപിച്ച ബാഡ്മിന്റൺ താരം ബെന്നി ഷാരോമിനെ കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ, റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, KLDC ചെയർമാൻ ബെന്നി കക്കാട് എന്നിവർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സ്മാരക മന്ദിരം നിർമ്മിക്കുന്നു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ മന്ദിരത്തിന് ശിലപാകി. സാമ്പത്തിക ഭദ്രത നിറഞ്ഞൊരു ബാങ്കിലേക്ക് മാറിയിരിക്കും. കോടിക്കണക്കിന് ആളുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇത് സഹായിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെ ഇപ്പോൾ നിക്ഷേപം എത്രയാണ്? 120 ലക്ഷം കോടി, 120 ലക്ഷം കോടിയാണ് ഇന്നിപ്പോൾ നമ്മളുടെ പ്രൊജക്ട്. ആരുടെ പണം? പ്രമാണിമാരുടെ പണമാണ്. സാധാരണക്കാരുടെ പണം നമ്മൾ കൈകാര്യം ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ടാണ്? സാധാരണക്കാർക്ക് വേണ്ടി തന്നെ. ഈ പണം ബോംബെയിലും കൽക്കട്ടയിലും ഗുജറാത്തിലും പോകുന്നില്ല. ഒക്കെ പണം തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള. നമ്മുടെ പണം നമ്മൾ തന്നെ മടക്കി തരുന്നു നമുക്ക് വേണ്ടി. അങ്ങനെയുള്ള വലിയൊരു പ്രസ്ഥാനം എവിടെയുണ്ട്? ഏത് പ്രസ്ഥാനത്തിനെ സഹായിക്കുക? സഹകരണ പ്രസ്ഥാനമില്ലാതെ അതിൽ പറഞ്ഞ 40,000 ആളുകളുടെ നമ്പറിനാണ് 165 കോടിയാണ് ഡെപ്പോസിറ്റ്. നിസ്സാരമാണ്. അത്രയും പണം നമ്മൾ ചെലവ് ചെയ്യുന്ന ഓരോ കൊല്ലങ്ങളും മടങ്ങി വരുന്നു, കൊടുക്കുന്നു, കൊണ്ടുവരുന്നു. 4.5 കോടി രൂപ ചെലവിൽ നിലവിലെ ബാങ്ക് സമുച്ചയത്തിന് സമീപത്താണ് ആധുനിക സൌകര്യങ്ങളോടെ പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. ചടയമംഗലം എം.എൽ.എ. മുല്ലക്കര രത്നാകരൻ ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷനായി. കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ. മധു സ്വാഗതം പറഞ്ഞു. എ. ഹിദുർ മുഹമ്മദ്, ഡി. രാജപ്പൻ നായർ, അഡ്വക്കേറ്റ് ആർ. ഗോപാലകൃഷ്ണപിള്ള, കെ. എം. രാഘവൻ ഉണ്ണിത്താൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി. ശിവദാസൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം എസ്. ആനന്ദകുസുമം, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ. ലത, കുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം. നസീർ, പി. പ്രതാപൻ, ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു, എസ്. വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർധന രോഗികൾക്കായുള്ള കനിവ് ചികിത്സാ പദ്ധതിയുടെ ധനസഹായം ചടങ്ങിൽ മുല്ലക്കര രത്നാകരൻ എം.എൽ.എ. വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ശുദ്ധജലാശയങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്ന ഓപ്പൺ വാട്ടർ റേഞ്ചിംഗ് പദ്ധതിക്ക് പുനലൂർ നഗരസഭയിൽ തുടക്കമായി. കല്ലടയാറ്റിൽ പുനലൂർ TB ജംഗ്ഷനിലെ സ്നാനഘട്ടത്തിൽ 2 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പദ്ധതിയുടെ ഭാഗമായി നിക്ഷേപിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9 കല്ലടയാറ്റിൽ പുനലൂർ TB ജംഗ്ഷനിലെ സ്നാനഘട്ടത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. പുനലൂർ എം.എൽ.എ. അഡ്വക്കേറ്റ് കെ. രാജു ആറ്റിൽ മത്സ്യവിത്ത് പാകി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിക്ഷേപിക്കപ്പെടുന്ന ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ ഈ പ്രദേശത്ത് തന്നെ അതിൻ്റെ റിട്ടേൺസ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ കല്ലട ആറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന നാടൻ കൃഷിക്കാർക്ക്, മത്സ്യകൃഷിക്കാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ യഥാർത്ഥത്തിൽ നല്ല സമൃദ്ധമായി തന്നെ മത്സ്യത്തെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന് വിതരണം ചെയ്ത് അത് നിക്ഷേപിക്കുന്നത് വഴി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആദായം യഥാർത്ഥത്തിൽ ഈ മത്സ്യമേഖലയ്ക്ക് ഒട്ടാകെ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പല ഭാഗത്തായിട്ട് പല മേഖലകളിലായി അത് വിതറിപ്പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും നമ്മുടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാം കൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രയോജനകരമാണ് എന്ന് തന്നെയാണ് എനിക്ക് ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത്. 2 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ആറ്റിൽ നിക്ഷേപിച്ചത്. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തരഞ്ജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി. ദിനേശൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി മധുകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശുദ്ധജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വ്യാപകമാക്കുന്ന സർക്കാർ പദ്ധതിയാണിത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രോഗബാധിതനായ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥിക്ക് അൺഎയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ധനസഹായം. പത്തനാപുരം നടുക്കുന്ന് സർക്കാർ LP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അല്ലമീൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളാണ് ധനസഹായം ലഭ്യമാക്കിയത്. രോഗബാധിതനായി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടുക്കുന്ന് സർക്കാർ LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി ഋഷിരാജിന്റെ ജീവൻ രക്ഷിക്കാനായാണ് അല്ലമീൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പണം സ്വരൂപിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ സർക്കാർ LP സ്കൂൾ പ്രഥമാധ്യാപിക ഫാത്തിമ ബീവിക്ക് സ്കൂൾ ലീഡർ മൃദുല മദനൻ കുട്ടികൾ സ്വരൂപിച്ച പണത്തിന്റെ ചെക്ക് കൈമാറി.
അല്ലമീൻ സ്കൂൾ പ്രിൻസിപ്പൽ എസ് വനജ, മാനേജർ മുഹമ്മദ് ഷെരീഫ്, വൈസ് പ്രിൻസിപ്പൽ ബിന്ദു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സിപിഐയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി പരിധിയിൽ ഭൂരിഭാഗം ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തിയായി. ആര്യങ്കാവ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. സിപിഐയുടെ 22ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് പ്രാദേശിക ഘടകങ്ങൾ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പൂത്തോട്ടം ബ്രാഞ്ച് സമ്മേളനം സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജുബൈ പെരേര ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ ഏറ്റവും ഉന്നത അധികാര സമ്മേളനമാണ്. ഉന്നത അധികാര സമ്മേളനം എന്ന് പറയുമ്പോൾ അടുത്ത 3 വർഷത്തേക്ക് ഉള്ള പാർട്ടിയുടെ നയം രൂപീകരിക്കുന്ന സമ്മേളനം. കോൺഗ്രസിനും BJPക്കും എതിരെ ഒരു ജനാധിപത്യ മതേതര ബദലെന്നാണ്. ആ ബദൽ രൂപീകരിക്കുന്നതിന് വേണ്ടി, ആ ബദൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ 3 വർഷം നടപ്പിലാക്കിയത്. ഞങ്ങളെല്ലാം തൊഴിലാളികളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം നമ്മളുടെ എല്ലാ ഘടകങ്ങളും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഘടകങ്ങളാണ്. കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന കഴുതുരുട്ടി ബ്രാഞ്ച് സമ്മേളനം സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം CK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഫ്ലോറൻസ് ബ്രാഞ്ച് സമ്മേളനം AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാലും, കുറവൻതാവളം ബ്രാഞ്ച് സമ്മേളനം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം K ശിവൻകുട്ടിയും, വെഞ്ചർ ബ്രാഞ്ച് സമ്മേളനം CPI മണ്ഡലം കമ്മിറ്റി അംഗം S നവമണിയും, നെടുമ്പാറ ബ്രാഞ്ച് സമ്മേളനം മണ്ഡലം കമ്മിറ്റി അംഗം K രാജനും ഉദ്ഘാടനം ചെയ്തു. നാഗമല ബ്രാഞ്ച് സമ്മേളനം AIYF മണ്ഡലം പ്രസിഡന്റ് I മൻസൂറും, 2ാം ഡിവിഷൻ ബ്രാഞ്ച് സമ്മേളനം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം H അബ്ദുൽ ഖാദറും ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് PB അനിൽമോൻ, KJ ജോയ്, SS സ്റ്റീഫൻ, MS മുരുകേശൻ, സിവിൽ ബാബു തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ചിതറ ഐരക്കുഴി UP സ്കൂളിൽ വികസന സമിതി യോഗവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് രാജ് സംവിധാനം വന്നപ്പോൾ LP UP സ്കൂളുകളുടെ ഭരണ ചുമതല നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക്, ഹൈസ്കൂളിന്റെ ഭരണ ചുമതല ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിതറ ഗ്രാമപഞ്ചായത്തില് 15 സ്കൂളുകളും 2 പ്ലസ് 2 സ്കൂളുകളും അടക്കം 17 സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിൽ ഗവൺമെന്റ് സ്കൂളുകളുടെ ഭൗതിക സൗകര്യം വളരെയധികം മെച്ചപ്പെട്ടു. ചിതറ ഗവൺമെന്റ് LPSല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മിറ്റം വരെ ടൈൽസ് ഒട്ടിച്ച്, ക്ലാസ് റൂമുകളെല്ലാം ടൈലൊട്ടിച്ച്, എല്ലാ ക്ലാസ്സിലും ഫാൻ, എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് ആ സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. അപ്പൊ ഗവൺമെന്റ് മേഖലയിലേക്ക് ഈ മേഖലയിൽ നിന്ന് പൈസ വിനിയോഗിക്കാനുണ്ട്. ഇവിടെ വരുന്ന സ്ഥിതി എന്ന് പറയുന്നത് മാനവ സ്കൂളുകളിൽ മുൻകാലങ്ങളെ പോലെ അധ്യാപക നിയമനവും മറ്റു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന ഏകദേശം 125ഓളം വരുന്ന കുട്ടികളെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടുന്നത് ഈ നാട്ടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരായ നമ്മുടെ കടമയാണ്. 35 വർഷം പൂർത്തിയാക്കിയ സ്കൂളിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം മധുര വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. പ്രഥമാധ്യാപിക R ബീന സ്വാഗതം പറഞ്ഞു. ചടയമംഗലം BRC ട്രെയിനർ രാജേഷ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൺവീനർ മടത്തറ ശശി, വിരമിച്ച അധ്യാപകൻ സത്യദേവൻ, സ്റ്റാഫ് സെക്രട്ടറി J ഹരിലാൽ, PTA പ്രസിഡന്റ് ബിജു, ബദറുദ്ദീൻ, രാജീവൻ നായർ, രവീന്ദ്രൻ നായർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വിളക്കുടി ക്ഷേത്രം ജംഗ്ഷനിലെ കൊടുംവളവിൽ ദേശീയപാത തകർന്നത് വാഹനയാത്ര അപകടത്തിലാക്കുന്നു. റോഡ് തകർന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇത് നന്നാക്കാൻ ദേശീയപാത വിഭാഗം തയ്യാറായിട്ടില്ല. കൊടും വളവ് തിരിയുന്ന ഈ ഭാഗത്തെ റോഡ് പൂർണ്ണമായും തകർന്ന് ആഴത്തിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിൽ ഇളകിക്കിടക്കുന്ന മെറ്റൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെറിച്ച് വഴിയാത്രികരുടെ മേൽ പതിക്കുന്ന അവസ്ഥയാണ്. റോഡിന്റെ തകർച്ച അറിയാതെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ റോഡിലെ കുഴിയിലകപ്പെടാതെ പെട്ടെന്ന് ദിശ മാറ്റുന്നതിനാൽ ഇവിടെ അപകട സാധ്യതയും വളരെ കൂടുതലാണ്. റോഡിലേക്ക് മണ്ണിറങ്ങിയതിനാൽ വാഹനങ്ങൾ ചരലിൽ നിയന്ത്രണം വിടുന്നതും പതിവ് കാഴ്ചയാണ്. സമീപത്ത് സ്കൂളുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡും തുരുമ്പെടുത്ത് നിലത്തു വീഴാവുന്ന അവസ്ഥയിലാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിൽ നിന്നും ഉയരുന്ന പൊടി സമീപവാസി
പ്രദേശവാസികൾക്കും കച്ചവടക്കാർക്കും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ അപകടത്തിൽപ്പെടുന്നതിലധികവും ഇരുചക്ര വാഹനയാത്രികരാണ്. റോഡിലെ കുഴിയിലും ഇളകിക്കിടക്കുന്ന മെറ്റലുകളിലും കയറി ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ TB ജംഗ്ഷനിലെ സർക്കാർ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ഹോമിയോ ആശുപത്രികളിലൂടെ സ്ത്രീകൾക്കായി നടപ്പാക്കുന്ന സാന്ത്വന ചികിത്സാ പദ്ധതിയായ സീതാലയം, കുട്ടികൾക്കായുള്ള പഠനവൈകല്യ ചികിത്സാ പദ്ധതി സദ്ഗമയ തുടങ്ങിയ പദ്ധതികളുടെ പ്രത്യേക ക്ലിനിക്കുകൾ പുനലൂരിലെ ഹോമിയോ ആശുപത്രിയിൽ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ പരിശീലനം സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-ന് വെട്ടിപ്പുഴ NSS ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിശീലനം നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായിട്ട് കൌൺസിലിംഗ് നടത്തും, ഡോക്ടർമാർ കൌൺസിലിംഗ് നടത്തും. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്നും അതിന് നല്ല മരുന്ന് പോലും ഈ ഹോമിയോ വഴി നൽകുന്നുണ്ട്. അത് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ കൂടുതലും സ്ത്രീധനം, മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരെയുള്ള ശാരീരിക അതിക്രമങ്ങൾ, കുടുംബ സംബന്ധമായ വിഷയങ്ങൾ, സ്ത്രീധനം എന്ന മഹാവിപത്ത്, ഇതിനെല്ലാം വിധേയരാകുന്നത് അമ്മമാരും കൗമാരപ്രായക്കാരുമായ കുട്ടികളാണ്. സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ ആ കുട്ടി അവിടെ നിൽക്കേണ്ടി വരികയും തന്നോടൊപ്പം പ്രായമുള്ള മറ്റു കുട്ടികൾ വിവാഹത്തിനായി പോകുമ്പോൾ വീട്ടിലെ അമ്മമാരുടെയും അച്ഛന്റെ അവസ്ഥ ഇതേപോലെ മദ്യപിച്ചു വരികയാണെങ്കിൽ കുട്ടി മാനസികമായിട്ട് എന്തുമാത്രം തളരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ കൗൺസിലിംഗ് നടത്തി കൗൺസിലിംഗിലൂടെ അവരുടെ ആ മാനസിക ആരോഗ്യം നിലനിർത്താനും അതിനുള്ള മരുന്നും നമുക്ക് ഹോമിയോ ആശുപത്രി വഴി നടത്തുന്നുണ്ട്. ഉപാധ്യക്ഷൻ S. ബിജു ചടങ്ങിൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സുശീല രാമചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രഞ്ജൻ, മുൻ നഗരസഭാ അധ്യക്ഷ വിമല ഗുരുദാസ്, വാർഡ് കൌൺസിലർ MS. ബുഖാരി, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK. പ്രിയദർശിനി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ഗുരുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സദ്ഗമയ പദ്ധതിയുടെ ജില്ലാ കൺവീനർ ഡോക്ടർ S. ബിമൽകുമാർ, സീതാലയം പദ്ധതിയുടെ ജില്ലാ കൺവീനർ ഡോക്ടർ S. അമ്മിണിയമ്മ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പുനലൂർ നഗരസഭാ പരിധിയിലെ അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ ആശാപ്രവർത്തകർ, സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ക്ലാസിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ ചെങ്കോട്ട പാതയിൽ 2017 ജനുവരിയിൽ തീവണ്ടി ഓടിക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചത് മധുരയിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ. ഗേജ് മാറ്റത്തിനായി ഒക്ടോബറിൽ ദേശീയപാതയിൽ ഗതാഗതം തടയാനും ധാരണ. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മലയോരത്ത് വ്യാപക നാശം. ഇടിമിന്നലിൽ നിരവധി പേർക്ക് പരിക്ക്. നിരവധി വീടുകളും കാർഷിക വിളകളും കാറ്റിൽ നിലം പതിച്ചു. ഗ്രാമീണ മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി. കടയ്ക്കലിൽ പോലീസിന്റെ ലഹരിവേട്ട. 11 ലിറ്റർ ചാരായവും 1 ലക്ഷത്തിന്റെ പാൻ മസാലയും പിടികൂടി. വീട്ടിലെ അടുക്കള കേന്ദ്രീകരിച്ച് ചാരായം പാറ്റിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. മൊത്തക്കച്ചവട കേന്ദ്രത്തിൽ പാൻ മസാല ശേഖരിച്ച മറ്റൊരാളും കസ്റ്റഡിയിൽ. ജലാശയങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്ന ഓപ്പൺ വാട്ടർ റാഞ്ചിംഗ് പദ്ധതിക്ക് പുനലൂർ നഗരസഭയിൽ തുടക്കമായി. കല്ലടയാറ്റിൽ പുനലൂർ TB ജംഗ്ഷനിലെ സ്നാനഘട്ടത്തിൽ 2 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.